ഹലോ. നല്ല വൈബിളുള്ള ആളുകളുടെ കൂടെ ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണല്ലേ. എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഒരു ഭാഗ്യം ഉണ്ടായത്. വന്നവരും നിന്നവരുമെല്ലാം ഒരുപോലെ എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വന്നവരും ഇവിടെ ഉള്ളവരും കൂടി ചേർന്നാൽ അത് എപ്പോഴും വലിയൊരു ആഘോഷമാണ്. ചെറിയൊരു പരിപാടിയാണെങ്കിൽ പോലും ഞങ്ങൾ എല്ലാവരും ഉണ്ടെങ്കിൽ അത് വലിയൊരു ആഘോഷമാക്കി ഞങ്ങൾ മാറ്റും. അങ്ങനെ ഞങ്ങളൊരു ഫാമിലി ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തത് കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിലായിരുന്നു. വളരെ പഴയ വീഡിയോ ആണ്, എന്നാലും ഇതൊരു നല്ല ഓർമ്മയായിട്ടിരിക്കട്ടെ എന്നോർത്താണ് ഞാനിപ്പോൾ ഇത് എഡിറ്റ് ചെയ്തത്. ഞങ്ങൾ കുറച്ച് പേര് തലേ ദിവസം വന്നവരും കൂടെ ചേർന്ന് ഒന്ന് ഫോർട്ട് കൊച്ചി വൈബ് പിടിക്കാനായിട്ട് പോയതാണ്. പാതിരാത്രി വരെ ഫോർട്ട് കൊച്ചിയിലൊക്കെ കറങ്ങി നടന്ന് തിരികെ വീട്ടിലെത്തി. നേരം വെളുക്കുവോളം ഓരോ കഥകൾ പറഞ്ഞ് വരാത്ത ആൾക്കാരെ പറഞ്ഞു വിളിച്ച് കൊതിപ്പിച്ച് ആ ഒരു ദിവസം കടന്നു. പിറ്റേ ദിവസം ഞങ്ങളുടെ കുഞ്ഞിപ്പെണിൻ്റെ പിറന്നാളായിരുന്നു. എല്ലാവരും കൂടി ഒത്തുചേരുന്ന ദിവസമായതുകൊണ്ട് പിറന്നാൾ ദിവസം തന്നെ, അതായത് ജന്മനക്ഷത്രത്തിന്റെ ദിവസത്തിൽ തന്നെ അവളുടെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്തു. അവളുടെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ സെലിബ്രേഷൻ ആരംഭിച്ചത് തന്നെ. അതിനുശേഷം ഓരോരുത്തരുടെയായി കലാപരിപാടികൾ തുടങ്ങി. ഞങ്ങളുടെ ചക്കിപ്പെണ്ണിന്റെ ഡാൻസോടുകൂടിയാണ് ഞങ്ങളുടെ കലാപരിപാടികൾക്ക് തുടക്കമായത്. നമ്മുടെ പാത്തുമാക്കുട്ടി തൊട്ടുകാട്ടിലെ മുഹമ്മദ് കാക്കാന്റെ കൊമ്പം മീശ പാത്തുമ്മ പുഴയോരഴകുള്ള പെണ്ണ് ആലുവ പുഴയോരഴകുള്ള പെണ്ണ് നിറഞ്ഞ പെയ്യുമ്പോ അതിലോലയാ മഴവില്ല് കണ്ട പാടത്തെ നെല്ലിനും തീരത്തെ തൈകളും കൊണ്ടോടുന്ന അവളൊരു പാവം പാക്കാരി പെണ്ണ് പാക്കാരി പെണ്ണ്. ചക്കിയുടെ നൃത്തത്തിന് ശേഷം ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും ഡാൻസും പാട്ടും കരോക്കെ ഗാനമേളയും എല്ലാമായി നല്ല അടിപൊളി ഒരു ദിവസമായിരുന്നു അത്. ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മെമ്മറബിൾ ആയിട്ടുള്ളൊരു ദിവസം. ഒരുപാട് ദിവസങ്ങളൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിലും ഈ ഒരു ദിവസം കുറച്ചുകൂടി സ്പെഷ്യലായിട്ട് തോന്നി. എന്നിരുന്നാലും ഞങ്ങളിൽ പ്രിയപ്പെട്ടവരിൽ ചിലർ ഞങ്ങളെ വിട്ടുപോയ വേദനയും സങ്കടവും അന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം മറന്ന് എല്ലാവരും ഒന്ന് സന്തോഷിക്കാൻ ശ്രമിച്ച ദിവസം കൂടിയായിരുന്നു. എൻ്റെ കല്യാണത്തിന് ശേഷം ഈ വീട്ടിൽ വന്നപ്പോഴാണ്
ഇത്രയേറെ സ്നേഹം അനുഭവിക്കാനായിട്ട് എനിക്ക് സാധിച്ചത്. ആൻറ്റിമാരും ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരും നമ്മളെ ചേർത്ത് നിർത്തുന്ന ആളുകളാണ്. അവർ തരുന്ന സന്തോഷവും സ്നേഹവും എത്ര പറഞ്ഞാലും മതിയാവില്ല. ഇതാണ് ഞങ്ങളുടെ ഓടംപള്ളി ഫാമിലി.